ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ അവസാന സമയത്ത് പബ്ലിക് എക്സാമിന്റെ എക്സാം സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സ് ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ SLC +1 +2 എല്ലാ മാത്സ് അറ്റ്ലീസ്റ്റ് പാസ്സാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് അടുത്ത 5 മിനിറ്റിൽ കൂടുതൽ ഈ വീഡിയോ, ഈ 5 മിനിറ്റിൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പാസ്സാക്കി തരും. ഞാൻ പറയുന്ന ട്രിക്സ് ആൻഡ് ടിപ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾ പാസ്സാകും, പേടിക്കേണ്ട. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞ പോലെ ഒരു ബുക്ക് എടുത്ത് വെക്കുക, മാത്സിന്റെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും എഴുതുക, SLCക്കാർ, +1കാർ, +2കാർ. ഓക്കെ, ദെൻ നിങ്ങൾ ഇതുവരെ എന്ത് പഠിച്ചു, എത്രയൊക്കെ അറിയാം, എങ്ങനെയൊക്കെ അറിയാം, എല്ലാം വിട്ടേക്കുക. നിങ്ങൾ പാസ് മാർക്കിന് വേണ്ടിയാണ്, ജയിച്ചാൽ മതി എന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ, ഫസ്റ്റ് പേജിൽ തന്നെ മാത്സിലെ എല്ലാ യൂണിറ്റിന്റെയും പേര് എഴുതുക എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു പേജിലേക്ക് വരുന്നു, എല്ലാ യൂണിറ്റും, ഏതൊക്കെ യൂണിറ്റ് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് എഴുതുക, ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് എഴുതുക. അതിന്റെ താഴെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, തിയറംസ്, അതായത് ഇപ്പോൾ SLCക്കാരായാലും +1 ആയാലും +2 ആയാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ചില പോർഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഇക്വേഷൻസ് തന്നെ നിങ്ങൾ ഇവിടെ എഴുതുക. ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് സെറ്റ് പഠിക്കാൻ ഉള്ളവരുണ്ടല്ലോ +1, അതിന്റെ താഴെ ടൈപ്പ് ഓഫ് സെറ്റ്, ദെൻ അതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, എങ്ങനെയാണ് സെറ്റിലെ ബാക്കി അഡീഷനും സബ്ട്രാക്ഷനും ബാക്കി വരുന്ന ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ്, വെൻ ഡയഗ്രാം ഉൾപ്പെടെ ആ രീതിയിലെ പ്രധാന പോയിന്റ്സ് എടുത്തെഴുതുക എന്നുള്ളതാണ്. SLCക്കാരാണെങ്കിൽ ട്രിഗണോമെട്രി, സൈൻ എന്താണ്, കോസ് എന്താണ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, ഓരോന്നിന്റെയും വാല്യൂ എന്താണ്, ദെൻ അതിന്റെ ഡയഗ്രാം വരയ്ക്കുന്നതിന്റെ റിലേഷൻ എന്താണ്. ഈ ബേസിക് സാധനങ്ങൾ എല്ലാ ചാപ്റ്ററിലും നിങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും സെറ്റാണ്, പക്കയാണ്. ദെൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് സോഴ്സ് വേണോ എടുത്തോ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുക. ഇത്രയും സെറ്റാണ് എങ്കിൽ നിങ്ങൾ ഇനി അവസാനവട്ട കാര്യത്തിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തറിയാം, എല്ലാ യൂണിറ്റിന്റെയും പേരറിയാം, ഓരോ ചാപ്റ്ററിന്റെയും അണ്ടറിൽ വരുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് അറിയാം, തിയറംസ് അറിയാം, ഡയഗ്രാംസ് അറിയാം, രീതി അറിയാം. ഇത് നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും, ഇപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്കിന്റെ 6 മാർക്കിന്റെ വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യന് കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾ തീരുമാനിക്കണം, ഇന്ന ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള ഇന്ന ചാപ്റ്ററിൽ നിന്നാണ്, അവിടെ ഞാൻ ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ് ഈ രീതിയിലാണ്, അതായത് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നത് വന്നാൽ ഇന്ന തേരം, ഇന്നത് വന്നാൽ ഇന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ഇങ്ങനെയാണ്, ഇവിടെ ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. SLCക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2 വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് വരും. ഒന്ന് സബ്റ്റിൽസിൽ നിന്ന്, ഒന്ന് വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന്. ഈ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ പഠിക്കാൻ ഒരു പാടുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് 6+6 അല്ലെങ്കിൽ പോട്ടെ 5+5 12 മാർക്ക് കിട്ടും. ദെൻ നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും, അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഡയഗ്രാം പോലെ വരയ്ക്കണം. അത് ആ റിലേഷൻ മനസ്സിലാക്കി അവിടെയും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഡയഗ്രാം വരച്ച് വെച്ചാൽ തന്നെ 3 മാർക്ക് കിട്ടും. 15 മാർക്കായി. ഞാൻ ഈ പറയുന്ന ചില്ലറ കാര്യമല്ല. ദെൻ നിങ്ങൾക്ക് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒക്കെ ഇക്വേഷൻസ് വെച്ച് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ 4 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് അറിയില്ല എങ്കിൽ പോലും ആ യൂണിറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ യൂണിറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുന്നു. എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ബുക്കിൽ ആ യൂണിറ്റിൽ നിങ്ങൾ താഴെ എഴുതി വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടല്ലോ, ആ യൂണിറ്റിൽ നിന്നുള്ള ഇക്വേഷൻസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ അറിയാവുന്ന ഇക്വേഷൻസ് എല്ലാം എഴുതുക. സിമ്പിളാണ്. അതായത് ഒന്നും പഠിക്കാതെ പോയി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെച്ച് മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ അവസാന സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ 80ന് 24 മാർക്ക് എന്ന് പറയുന്നത് കണ്ണും പൂട്ടി, ഗോവിന്ദ പോകുന്നല്ല, കണ്ണും പൂട്ടി നമുക്ക് വാങ്ങിക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഉപകാരപ്രദമായി എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിഷയങ്ങൾ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. ബൈ.